എല്ലാവർക്കും ഒരിക്കൽ കൂടി LCCC ഇംഗ്ലീഷിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആക്റ്റീവ് ഫോം ആദ്യം പഠിക്കണം. അതിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. വെർബിനോട് കൂടി ING ഫോം ചേർക്കണം, ING ചേർക്കണം. അങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം ING ഫോം ഓഫ് ദി വെർബ് കണ്ടാൽ അതിനോടൊപ്പം ഈസും ആറും ഇതിലേതെങ്കിലും ഒരു സഹായക ക്രിയ ഉണ്ടെങ്കിൽ നമ്മൾ കരുതണം അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന്. ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എടുത്ത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഫോമാണ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് V3, അതായത് വെർബിൻ്റെ തേർഡ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇപ്പോൾ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റാണ്, പാസീവ് വോയിസിൽ സബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് സബ്ജക്റ്റാണ്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റാണ്, പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ്. കൺഫ്യൂഷനായില്ലല്ലോ? അതായത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഏതാണ്? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റാണ്. ഒരിക്കൽ കൂടി. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റാണ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. നമ്മൾ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ അത് ഒബ്ജക്റ്റായിട്ട് മാറുന്നു. ഒബ്ജക്റ്റ് എന്തായിട്ട് മാറുന്നു? സബ്ജക്റ്റായിട്ട് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറുന്നു. മനസ്സിലായോ? തെറ്റിക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി. പാസീവ് ഫോം, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോമാണ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറേ കൂടി ചെയ്യാൻ പറ്റും. ഇപ്പം ദ ക്യാറ്റ് ഈസ് കില്ലിങ് ദ മൗസ്, അത് ആക്റ്റീവ് വോയിസ് ആണ്. ദ ക്യാറ്റ് സബ്ജക്റ്റ്, ഈസ് കില്ലിങ് ദ മൗസ്, അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ എന്തായി മാറും? സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലെ ഫോം എന്താ പഠിച്ചത്? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് അല്ലേ? അപ്പോൾ നമുക്കതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ദ മൗസ് ഈസ് ബീയിങ് കിൽഡ് ബൈ ദ ക്യാറ്റ്. അടുത്തത് വി ആർ compelling the enemy to surrender. അപ്പം ഇവിടെ എന്താ വരാം? ദ എനിമിയാണ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പം അത് സബ്ജക്റ്റാക്കി മാറ്റുകയാണ്. അതായത് ശത്രുക്കളോടാണ് നിർബന്ധിച്ചത് സറണ്ടർ ചെയ്യാൻ, കീഴടങ്ങാനായിട്ട്. അപ്പം ദ എനിമി ഈസ് ബീയിങ് കമ്പൽഡ് ബൈ അസ് ടു സറണ്ടർ. അടുത്തത് ദ എനിമി ഈസ് ബീയിങ് compelled by us to surrender. അടുത്ത നോക്കിയേ. they are asking me my name. they are asking me my name. അവരെൻ്റെ പേര് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ മീ എന്നുള്ളത് എന്തായി മാറുന്നു? മീ വെച്ചൊരു ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യത്തില്ല സെൻറ്റൻസ്. അപ്പം അതുകൊണ്ട് ഐ ആം ബീയിങ് ആസ്ക്ഡ് മൈ നെയിം ബൈ ദം. അടുത്തത് നോക്ക്. ഹീ ഈസ് സ്പീക്കിംഗ് ടു ദം ദ മാറ്റർ. അവൻ അവരോടിത് കാര്യം പറയുന്നു. ദ മാറ്റർ ഈസ് ബീയിങ് സ്പോക്കൺ ബൈ ഹിം ടു ദം. അവസാനം ബൈ വയ്ക്കാം കേട്ടോ. അടുത്തത് ദ മാറ്റർ ഈസ് ബീയിങ് സ്പോക്കൺ ബൈ ദം ടു ഹിം. ഐ ആം റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. പാസീവ് വോയിസ് ആണത്. ഞാൻ പല വിഷയങ്ങളിൽ ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ടിരിക്കുന്നു ആണ് പറയുന്നത്. അപ്പം അതിൻ്റെ എന്താണ്? ആർട്ടിക്കിൾസാണ് ഒബ്ജക്റ്റ്.
അപ്പം നമ്മളതിന് ആർട്ടിക്കിൾസ് ആർ ബീയിങ് റിട്ടൺ ബൈ മീ ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ഹീ ഈസ് റീഡിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ്. ഹീ ഈസ് റീഡിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ്. അത് ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ് ആർ ബീയിങ് റെഡ് ബൈ ഹിം. അടുത്തത് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ നൗ. അതിൻ്റെ പാസീവ് വോയിസ് ഫുട്ബോളാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം നൗ. വി ആർ വാച്ചിങ് എ മൂവി ഇൻ ദി സിനിപ്ലെക്സ്. എ മൂവി ഈസ് ബീയിങ് വാച്ച്ഡ് ബൈ us ഇൻ ദിസ് സിനിപ്ലെക്സ്. അതാണ് പാസീവ് വോയിസ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെൻറ്റൻസുകൾ പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. See you soon. Bye.